അപ്പൊ ഞാൻ ഇന്ന് ഒരു ഫേസ് പാക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. വേറെ ഒന്നും അല്ലാതാണല്ലോ, എന്റെ ഫേസിൽ ഇപ്പം ഈ അടുത്ത് എന്താ പറയാ പീരീഡ്സ് കഴിഞ്ഞതിന് ശേഷം കുറച്ചധികം പിമ്പിൾസ് ആയിട്ടുണ്ട്. അപ്പൊ ആ പിമ്പിൾസും അതിന്റെ പാടുകൾ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതാണ് കാണിച്ചിരുന്നത്. ഈ ഒരു റെമഡി എന്ന് പറയുന്നത് ഞാൻ കുറച്ചധികം ബൾക്കായിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരു 7 ദിവസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഉണ്ടാക്കി വെച്ചിട്ട് 7 ദിവസം അത് ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് 7 ദിവസം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫേസ് ഒക്കെ നന്നായിട്ട് കഴുകിയിട്ട് വരിക. ഒരു ഫേസ് വാഷോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഫേസ് വാഷിന്റെ പൗഡർ ഉണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ കളറപ്പൊടി പേസ്റ്റ് അങ്ങനത്തെ എന്തെങ്കിലും വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ചെറുപയർ പൊടി വെച്ചിട്ട് കഴുകുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫേസ് ഒക്കെ ഒന്ന് കഴുകിയിട്ട് വരാം. എന്നിട്ട് നമുക്ക് നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് പാക്ക് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് മസൂർ ദാലാണ്. മസൂർ ദാൽ പുഴുങ്ങിയിട്ട് അരച്ചതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പാല് ചേർക്കുന്നുണ്ട്, പിന്നെ കുറച്ച് നാരങ്ങാനീരും ചേർക്കുന്നു. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി മുഖമൊക്കെ കഴുകിയതിന് ശേഷം തുടച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഫേസ് ഒക്കെ കഴുകി വാഷ് ചെയ്ത് നന്നായിട്ട് തുടച്ചിട്ട് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. നമ്മുടെ ഫേസ് പാക്ക് ഞാൻ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കാരണം അത് ഒരു 7 ദിവസത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ദാൽ എന്നാണ് പറയാം. മസൂർ ദാൽ നമുക്കിപ്പോ എല്ലായിടത്തും അവൈലബിൾ ആണ്, എല്ലാ മാർക്കറ്റിലും അവൈലബിൾ ആണ്. നമ്മുടെ ഫേസിൽ നല്ല ബ്രൈറ്റ്നെസ്സും തരും. അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്സ്, പിമ്പിൾസ്, പിഗ്മെന്റേഷനും കാര്യങ്ങളൊക്കെ മാറ്റാനൊക്കെ നല്ലതാണ്. കരിമംഗലം പോലുള്ള പാടുകൾ വരെ മാറിക്കിട്ടും. നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യണം, എന്നാൽ മാത്രമേ അതിൻ്റെതായ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 20 മിനിറ്റ് എന്ന് പറയുമ്പോൾ സെമി ഡ്രൈ ആണോ, ഓവർ ഡ്രൈ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വലിഞ്ഞു മുറിഞ്ഞ അവിടെ ലൈൻസും ഫൈൻ ലൈൻസ് ഒക്കെ വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് സെമി ഡ്രൈ ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് കേൾക്കണം ഇല്ലേ അപ്ലൈ ചെയ്യാട്ടോ. എന്താ റിസൾട്ട് നമുക്ക് നോക്കാലോ, ചേഞ്ച് മനസ്സിലാക്കാലോ. അപ്പൊ ഞാൻ ഒരു കൈയിന്റെ പകുതിയും എന്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഫേസ് ഒക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. 20 മിനിറ്റിന് ശേഷമാണ് കഴുകിയത്. ഇപ്പൊ നമുക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഒരു ദിവസം അപ്ലോഡ് ചെയ്തിട്ട് 7 ദിവസം കഴിയണം എന്റെ റിസൾട്ട് ആണെങ്കിൽ. അപ്പൊ എന്റെ കൈയിന്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഇടത്തെ കൈയിലാണ് തേച്ചിരുന്നത്. ഓക്കെ, ഇടത്തെ കൈ ഉണ്ടോ മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്, കാരണം ഈ ഇടത്തെ കൈ കുറച്ചും കൂടി ബ്രൈറ്റ്നസ് ഉള്ള പോലെ തോന്നുന്നുണ്ട്. ഇതിന് ബ്രൈറ്റ്നസ് ഇല്ല. അപ്പൊ ടാനിങ് മാറുന്നുണ്ട് പെട്ടെന്ന് തന്നെ. ഇതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ടാനിങ് മാറ്റാൻ കഴിയും. അപ്പൊ നിങ്ങൾ ടാൻ ആയിട്ടുള്ള കൈകൾക്കൊക്കെ ആണെങ്കിലും ഫേസൊക്കെ ആണെങ്കിലും ഇത് ഒറ്റ ദിവസം കൊണ്ട് അതിന്റെ മാറ്റം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. അപ്പൊ ഇതാണ് എന്റെ റിസൾട്ട്. അപ്പൊ എനിക്ക് ഈ ഒരു റിസൾട്ട് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അടിയിൽ കമന്റ്സിൽ ഇടുക കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.